നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ 2 ദിവസം കൂടി തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഇവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത ഏറെയാണ്. തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുറത്തുവരുന്നു. അതിനിടെ കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ 11:30 മുതൽ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായേക്കാമെന്ന് സൂചനയുണ്ട്. ഇതിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ലോകം ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് കാർബണേറ്റഡ് പുറന്തള്ളൽ. ഭാവിയിൽ ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തതിലും ഭാവി തലമുറയെ കാത്തിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ്. ആഗോള താപനം ഭാവിയിൽ വൻതോതിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2200 ആകുമ്പോഴേക്കും ഭൂമിയുടെ താപനില 12.6 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് കുറഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ജർമ്മനിയിലെ പോട്സ്ഡാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ഇംപാക്ട് റിസർച്ചിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. സാധാരണ വിളകൾക്ക് ശരിയായി വളരാൻ കഴിയാത്തത്ര ചൂടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇത് ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും പട്ടിണിക്കും കാരണമാകുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം മഞ്ഞ് ഉരുക്ക് മൂലം സമുദ്രനിരപ്പ് ഉയർന്നതിന്റെ ഫലമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കാരണം തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ ആളുകൾ നിർബന്ധിതരാകുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, അതുപോലെ തന്നെ കാട്ടുതീ, ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾ, വെള്ളപ്പൊക്കം തുടങ്ങിയ തീവ്രമായ പല സംഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകാനും സാധ്യത ഏറെയാണ്. വേനൽക്കാലത്ത് താപനില അപകടകരമാം വിധം ഉയരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തും. കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് വൻതോതിൽ കുറയ്ക്കുന്നതാണ് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരുതൽ നടപടി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. താപനില വൻതോതിൽ ഉയരാനുള്ള സാധ്യത എല്ലാവരും ഗൗരവകരമായി തന്നെ കണക്കാക്കേണ്ടതുണ്ടെന്നും ആണ് പറയുന്നത്. ഈ കൽക്കരിയുടെയും പ്രകൃതിവാതകത്തിന്റെയും അമിതമായ ഉപയോഗമാണ് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും എല്ലാം കൂടുതലായി ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത്. പഠനത്തിനായി ഭാവിയിലെ ആഗോള താപന സാഹചര്യങ്ങൾ അനുകരിക്കാൻ സംഘം ക്ലെബർ എക്സ് എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ സ്വന്തം പുതുതായി വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ സംവിധാനമാണ് ഉപയോഗിച്ചത്. സുപ്രധാന ഭൗതിക, ജൈവ, രാസ പ്രക്രിയകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പഠനം നടത്താൻ ഇത് ഏറെ സഹായകരമായി മാറും. ഇതുവരെയുള്ള മിക്ക കാലാവസ്ഥാ പഠനങ്ങളും ഭാവിയിൽ 2300 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ എന്നാണ് മറ്റൊരു പ്രധാന കാര്യം. ഈ സഹസ്രപഥത്തിലെ ആഗോള താപനം മുൻകാല കണക്കുകൂട്ടലുകളെ എല്ലാം കടത്തിവെട്ടുമെന്നാണ് ഗവേഷകർ മുൻകൂട്ടി പറയുന്നത്. ഇവരുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മറ്റൊന്നിന് ആക്കം കൂട്ടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഉദാഹരണമായി മഴക്കാലത്ത് പുല്ലുകൾ വൻതോതിൽ വളരുന്നതും പിന്നീട് വേനൽക്കാലം ആകുമ്പോൾ അവയെല്ലാം ഉണങ്ങി കാട്ടുതീ പടരാനുള്ള കാരണമാകുന്നതും ഇവയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലും പലതരത്തിലുള്ള കാലാവസ്ഥാ പ്രതിസന്ധികളും ഭാവിയിൽ വലിയ ആപത്ത് വരുത്തുന്നതിനുള്ള സൂചനകളാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അടക്കം പറയുകയാണ്. സംസ്ഥാനത്ത് മാർച്ച് ആദ്യം മുതൽ തന്നെ വേനൽ മഴ എത്തി. എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഈ പ്രാവശ്യം നേരത്തെ തന്നെ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അന്തരീക്ഷത്തിൽ ചാരനിറത്തിലുള്ള നിംബസ് കാർമേഘങ്ങൾ വ്യാപകമാകുന്നതും ന്യൂനമർദ്ദപാത്തിയുമാണ് മഴയ്ക്ക് കാരണമെന്നാണ് പറയുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. വേനൽ മഴ പലപ്പോഴും കർഷകർക്ക് ഏറെ ആശ്വാസകരമായിട്ടാണുള്ളത്. എന്നിരുന്നാലും വേനൽ മഴയുടെ അളവിൽ പൊടുന്നനെ ഉണ്ടാകുന്ന വർധനവ് കേരളത്തിന് അത്ര ശുഭകരമല്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗുണത്തിലേറെ ദോഷമാണ് വേനൽ മഴ കൊണ്ട് ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴ വർദ്ധിച്ചാൽ താപനില ക്രമാതീതമായി ഉയരുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പരിസ്ഥിതി ആഘാതങ്ങളിലേക്കും നയിക്കുന്നു. ഓരോ വർഷം തോറും കേരളത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് 2024 കേരളത്തിന് ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു. വേനൽ മഴയുടെ അളവ് കേരളത്തിൽ എപ്പോഴെല്ലാം വർദ്ധിച്ചുവോ അതിനനുസരിച്ച് കേരളം ചുട്ടുപൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ 50 വർഷമായി സംസ്ഥാനത്ത് വേനൽ മഴ വർദ്ധിച്ചു. ഇത് സംസ്ഥാനത്തെ ശരാശരി താപനില വർദ്ധിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്.
ശരാശരി കണക്കു പ്രകാരം വേനൽക്കാലത്ത് കേരളത്തിൽ ഏകദേശം 359.1 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 50 വർഷമായി വേനൽ മഴ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വേനൽക്കാലത്ത് കേരളത്തിലെ ശരാശരി താപനില വർദ്ധിക്കാൻ കാരണം അധിക വേനൽ മഴയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അന്തരീക്ഷ വായു ചൂടാകുമ്പോൾ അത് വികസിക്കുകയും കൂടുതൽ നീരാവി വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് തീവ്ര മഴയ്ക്ക് കാരണമാകും. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിലെ വായു കൂടുതൽ നീരാവി വഹിക്കും. വായുവിലെ താപനില ക്രമേണ ഉയരുകയാണെങ്കിൽ ഈർപ്പം ശേഖരിക്കാൻ കൂടുതൽ ഇടം സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് ഹ്രസ്വകാലങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇത് പൊടുന്നനെയുള്ള വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉഷ്ണതരംഗം, സൂര്യാഘാതം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കും. ഉഷ്ണതരംഗങ്ങൾ ബാഷ്പീകരണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. തുടർന്ന് ലഭിക്കുന്ന മഴ കൂടുതൽ തീവ്രമായ മഴയ്ക്ക് കാരണമാകും. വരണ്ട പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇത് വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ചില പ്രദേശങ്ങളിൽ മഴയുടെ അളവ് വർദ്ധിക്കുമ്പോഴും മറ്റു ചില പ്രദേശങ്ങളിൽ ബാഷ്പീകരണവും ചൂടും വർദ്ധിക്കുന്നത് മൂലം വരൾച്ച അനുഭവപ്പെട്ടേക്കാം. കാട്ടുതീ, വരണ്ട കാലാവസ്ഥയും ഉയർന്ന താപനിലയും കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. താപനിലയിലും മഴയുടെ അളവിലുമുള്ള മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. കൃഷിയെ സാരമായി ബാധിക്കും. ഉഷ്ണതരംഗങ്ങളും വരൾച്ചയും കൃഷിയെയും അതിന്റെ വിളകളെയും നശിപ്പിക്കുന്നു. ഉഷ്ണതരംഗങ്ങൾ ആസ്മ പോലെയുള്ള ശ്വാസന രോഗങ്ങൾ വർദ്ധിപ്പിക്കും. ചൂടുകാലത്ത് ശരീരത്തിലെ പെട്ടെന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹൃദയത്തെയും വൃക്കകളെയും സമ്മർദ്ദത്തിലാക്കും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിക്കും. ഉയർന്ന താപനില നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. സംസ്ഥാനത്ത് മൺസൂൺ ജൂൺ ജൂലൈ മാസത്തിൽ അധിക മഴ പെയ്താൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ സാഹചര്യത്തിൽ മഴക്കാലത്തും അധിക മഴ ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു.